അസ്സലാമു അലൈക്കും. ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദിക്ർ എന്നുള്ള പദപ്രയോഗമാണ്. ചരിത്രം ഒരു ഓർമ്മയാണ്. ഓർമ്മകളുടെ ശേഖരമാണ് ചരിത്രമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഓർമ്മകൾ പലവിധമുണ്ടാവാം. പലതര വായനകൾക്കും ആ ഓർമ്മകൾ കാരണമായേക്കാം. നമുക്കറിയാം, പലതരത്തിലുള്ള വായനകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ വായനകളുടെ വൈവിധ്യത്തെക്കുറിച്ചിട്ടാണ് കെ.ടി. ഹുസൈൻ സാഹിബ് ആദ്യം ഇവിടെ പരാമർശിച്ചത്. നമ്മുടെ മുമ്പിലുള്ള ചരിത്ര നിർമ്മിതികൾ, അത് കൊളോണിയൽ നിർമ്മിതിയാവാം, ഒപ്രസറിൻ്റെ അധിനിവേശകൻ്റെ നിർമ്മിതിയാവാം, അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റ് വായനകളാവാം. പലതരം പേരുകളിലൂടെ ആ ചരിത്ര നിർമ്മിതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ മുൻകാല പ്രവാചകന്മാരെയും സമൂഹത്തെക്കുറിച്ച് പറയുമ്പോഴും ദിക്ർ എന്നുള്ള പദപ്രയോഗം പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇബ്റത്ത് എന്നുള്ള പദവും ഉപയോഗിക്കുന്നുണ്ട്. ഗുണപാഠം എന്ന നിലയിലും ഓർമ്മ എന്ന നിലയിലും നക്കാൽ എന്നുള്ള മറ്റുള്ള പലതർത്ഥത്തിലും ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. ഖുർആൻ ദിക്ർ എന്നുള്ള പദപ്രയോഗത്തിന് ഓർമ്മ എന്നതിൻ്റെ കൂടെ തന്നെ പ്രയോഗത്തോടു കൂടിയിട്ടുള്ള ഓർമ്മ എന്ന തരത്തിലും കൂടാണ് പരാമർശിക്കുന്നത്. ചരിത്രം അതൊരു പാഠമായി മാറുകയും ആ പാഠത്തിൽ നിന്നുകൊണ്ട് പുതിയ ചരിത്രം രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളൊരർത്ഥമാണ് അതിൽ നിന്ന് രൂപപ്പെടുന്നത്. നമ്മുടെ മുമ്പിൽ പുതിയ നിരവധി പഠന രീതികളുണ്ട്. സോഷ്യോളജിക്കൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ ആന്ത്രോപോളജി അടക്കമുള്ള വിവിധ തരത്തിൽ ചരിത്രത്തെ സമീപിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. അവിടെയൊക്കെയും മനുഷ്യൻ, മനുഷ്യരാശി, ജനസമൂഹം, നാട്, പ്രദേശം, ഭാഷ, വിവിധ മേഖലകളെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി വരാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഈ ഓർമ്മകളെ എങ്ങനെയാണ് വായിച്ച് അനലൈസ് ചെയ്യുന്നത്, അവലോകനം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. കാരണം ഓർമ്മകളില്ലാതെ അല്ലെങ്കിൽ ഓർമ്മകളെക്കുറിച്ചുള്ള പഠനമില്ലാതെ ഇസ്ലാമിനെക്കുറിച്ചുള്ള പഠനമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഖുർആൻ പഠിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം. കാരണം നമ്മൾ ഖുർആനെക്കുറിച്ച് പറയുന്നതിൽ സബബുൻ നുസൂൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം പഠിക്കുക എന്നത്, അല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഖുർആൻ പഠിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം. ആ ആയത്തുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങളാണ്. അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതരണ പശ്ചാത്തലങ്ങൾ നമുക്ക് ചരിത്രമായി മാറുന്നു. അതുപോലെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. ഹദീസ് പഠിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം. ഫിഖ്ഹ്, ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സഹാബികളുടെയും താബിഈകളുടെയും സലഫു സാലിഹ്യങ്ങളുടെ അനുഭവങ്ങളെ വ്യക്തമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തതിനാണ് നമ്മൾ മദ്ഹബ് എന്ന് പറയുന്നത്. ആ മദ്ഹബുകളിലൂടെയാണ് നമ്മൾ പിന്നീട് പിൽക്കാലത്ത് എല്ലാ കാലഘട്ടത്തിലും, ആധുനിക കാലഘട്ടത്തിലും പുതിയ ഫിഖ്ഹിൻ്റെ രീതികൾ രൂപപ്പെടുത്തുന്നത്. ആ ഫിഖ്ഹിൻ്റെ ബോധത്തിൽ പോലും നിലനിൽക്കുന്നത് ഈ ഓർമ്മകളിലൂടെയും ഈ ചരിത്രത്തിലൂടെയുമാണ്. അതുകൊണ്ട് ഫിഖ് ആണെങ്കിലും, അതുപോലെ ഹദീസ് ആണെങ്കിലും, ഖുർആൻ ആണെങ്കിലും, താരീഖ് എന്ന് നമ്മൾ ചരിത്രം തന്നെ പഠിക്കുന്നതാണെങ്കിലും, എന്തു തന്നെയാണെങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇസ്ലാമിൻ്റെ ഏത് ടെക്സ്റ്റാണെങ്കിലും, അത് ഹെർമനോട്ടിക്കൽ അണ്ടർസ്റ്റാൻഡ് വെച്ചുകൊണ്ടാണെങ്കിലും, വേദശാസ്ത്ര പഠനമാണെങ്കിലും, എന്താണെങ്കിലും ചരിത്രം അനിവാര്യമായി വരുന്നത് അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളും അനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അതുതന്നെയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ചരിത്രം വളരെ അനിവാര്യമായി മാറാനും പ്രധാനപ്പെട്ട കാരണം. ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ പഠനങ്ങൾ ഉണ്ടാവേണ്ടത്. ഇസ്ലാമിക ചരിത്രം തന്നെ രൂപപ്പെട്ടത്, അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്ലാമിക ചരിത്രമാണോ അല്ല മുസ്ലിം ചരിത്രമാണോ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ പൊതുവെ കാണാൻ കഴിയും. ഷാദാബ് അഹമ്മദിനെ പോലെ അല്ലെങ്കിൽ തലൽ അസദിനെ പോലെ ആൾക്കാരെല്ലാം അതിന് മുസ്ലിം ചരിത്രം എന്ന് തന്നെ കാണണം, ഇസ്ലാമിക ചരിത്രം എന്നതിൽ കാണാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇസ്ലാമുകൾ ഉണ്ടാകും. ഒറ്റ ഇസ്ലാമല്ല, ചരിത്രത്തിൽ ഒരുപാട് ഇസ്ലാമുകൾ ഉണ്ടാവും. ഓരോ സമൂഹത്തിനും വ്യക്തമായ അനുഭവങ്ങളുണ്ട്. ഓരോ പ്രദേശത്തിനും വ്യക്തമായ പലതരം ഇസ്ലാമിക അനുഭവങ്ങളും മുസ്ലിം അനുഭവങ്ങളും എല്ലാം ഉണ്ടാവും. ഈ മുസ്ലിം അനുഭവങ്ങളെല്ലാം ഇസ്ലാം എന്ന രീതിയിൽ കാണുമ്പോൾ അതൊരു താത്വികമായ പ്രശ്നമാണ് എന്ന് കൈകാര്യം ചെയ്യുന്ന തരത്തിൽ തലൽ അസദും അതുപോലെ ഷാദാബ് അഹമ്മദിൻ്റെ വാട്ട് ഈസ് ഇസ്ലാം എന്ന ബുക്കിലൊക്കെയും ഈ വിശദീകരണം, ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്ക് കാണാം. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇതിനെ മുസ്ലിം ചരിത്രമെന്ന് വിളിക്കണമെന്നും, ചില ആൾക്കാർ അല്ല, അത് ഇസ്ലാമിക ചരിത്രം, ആൽബർട്ട് ഹുറാനിനെ പോലുള്ള പണ്ഡിതന്മാർ, ഓറിയൻ്റലിസ്റ്റാണ്,
അദ്ദേഹം അടക്കമുള്ള ആൾക്കാരെല്ലാം പറയുന്നതല്ല, ഇസ്ലാമിക ചരിത്രം എന്ന് പറയാം, മുസ്ലിംസിൻ്റെ അനുഭവങ്ങൾ എന്താണോ, മുസ്ലിം എന്താണോ പറയുന്നത് അതാണ് ഇസ്ലാമിക ചരിത്രം എന്നൊക്കെ തരത്തിലുള്ള ചില വിവിധ വായനകൾ ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ മുസ്ലിം ചരിത്രം എന്നുള്ള പദങ്ങളുമായി ചേർത്ത് നമുക്ക് കാണാം. എന്ത് തന്നെയാണെങ്കിലും അത് ഒരു താത്വികമായൊരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചരിത്രത്തിൻ്റെ രൂപീകരണത്തിലും ചരിത്രത്തിനൊരു താത്വികമായ അടിത്തറ ഒരുക്കുന്നതിലും മുസ്ലിങ്ങൾക്ക് വളരെ വ്യക്തമായ പങ്കാണുള്ളത്. ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ ഭാഗത്തൊക്കെ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ചരിത്ര പഠനം രൂപീകരിക്കുന്നതിൽ ഉലൂമുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർക്ക് വ്യക്തമായ പങ്കാണുള്ളത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹദീസിൻ്റെ പ്രാമാണികതയെ ഉറപ്പിക്കുവാൻ വേണ്ടി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത എല്ലാ റാവിമാരുടെയും എല്ലാ പണ്ഡിതരുടെയും സ്വഹാബി മുതൽ താഴോട്ട് എത്തിച്ചേർന്ന അവസാനത്തെ ആൾ വരെയുമുള്ള ആൾക്കാരുടെ വ്യക്തിജീവിതം വ്യക്തമായി പഠിക്കുകയും അവരിലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കുകയും അങ്ങനെ അത് സ്വഹീഹാണെന്നും ലൈഫാണെന്നും മുത്തവാത്തിറാണെന്നും മുസ്നദാണെന്നും എന്ന് തുടങ്ങിയ പലവിധ ടെർമിനോളജികളും അവർ രൂപീകരിക്കുന്നതിൽ അത് ആ ഒരു പ്രവാചകൻ്റെ ജീവിതത്തിനെ വളരെ ശുദ്ധമായി മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു. ഈ ഒരു പ്രവണത പിന്നീട് ലോകത്ത് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പഠനത്തിന് പ്രധാനമായ കാരണമായി മാറുന്നുണ്ട്. തലൽ ഹസനെ പോലുള്ള ആൾക്കാരും ഷദാം അഹമ്മദൊക്കെയും പറയുന്ന ഒരു കാര്യം, ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ആ പഠനശാഖ, ചരിത്രത്തിൻ്റെ ബേസിക്കിനെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് ക്രിസ്ത്യൻ പണ്ഡിതന്മാരെക്കാളും, കാരണം ഗ്രീക്ക് അടിസ്ഥാനത്തിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെയും അവരും ചരിത്രം എഴുത്തലുണ്ടായിരുന്നു. ബൈബിൾ തന്നെയും ഖുർആനെ പോലല്ലോ, ബൈബിൾ ഒരു ചരിത്ര രചന പോലെയാണ് ഖുർആനിനേക്കാളും. ഖുർആനിൽ ചരിത്ര പരാമർശമുണ്ടെങ്കിൽ ബൈബിൾ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പഴയ നിയമം പുതിയ നിയമത്തിൻ്റെയും എല്ലാം അറിയാം, അത് ജീസസ് ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാം ബൈബിളിലുണ്ടല്ലോ. അതിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് പക്ഷേ അവിടെ പണ്ഡിതൻ പറയുന്നത്, എന്നാൽ പോലും അതിൻ്റെ അവർ സ്വീകരിക്കുന്ന വർത്തമാനങ്ങളുടെ, അവർ കോട്ട് ചെയ്ത പരാമർശങ്ങളുടെ ചരിത്രത്തിലേക്കും അതിൻ്റെ നിയമസാധുതയിലേക്കും ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പോവാതിരുന്നത് അവരുടെ ആശയപരമായ ഭദ്രതയ്ക്ക് കോട്ടം തട്ടും എന്നതുകൊണ്ടാണ്. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം എന്നത് അവരുടെ ഒരു ആശയവും ഐഡിയോളജിയും സങ്കല്പവും ജീവിത പദ്ധതിയും എല്ലാം ആയതുകൊണ്ടും അവർ സ്വീകരിക്കുന്ന ആശയങ്ങൾക്ക് നിയമസാധുതയും ഓതൻറ്റിസിറ്റിയും ലെജിറ്റിമസിയും വരണം എന്നതുകൊണ്ട് വളരെ ഭദ്രമായ സൂക്ഷ്മമായ തലത്തിൽ അവർ ഹിസ്റ്റോറിയോഗ്രഫിയെക്കുറിച്ച് പഠിച്ചു വെച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതിൽ ഇൻഡോളജി എന്ന് പറയുന്ന പഠനശാഖയ്ക്ക് അത് സ്ഥാപിച്ചത് തന്നെ അൽബിറൂനി, അബുറഹാൻ അൽബിറൂനി എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇൻഡോളജിയുടെ ഫാദർ എന്ന പേരിൽ പോലും അറിയപ്പെടുന്നത്. അങ്ങ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഗസ്നവിയുടെ കൂടെ ഇവിടെ എത്തിയ ആൾ ഇവിടെ വന്ന് ഇവിടുത്തെ മതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കൾച്ചറിനെക്കുറിച്ചും ജീവിത ശൈലിയും കസ്റ്റംസ് നോംസ് അടക്കമുള്ള ഭാഷ അടക്കമുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം കിതാബുൽ ഹിന്ദ് പോലുള്ള മറ്റു പല രചനകളും എഴുതിയത്. അതേസമയം അൽബിറൂണിയുടെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കാലത്ത് മുമ്പും പിമ്പും വന്ന പല പണ്ഡിതന്മാരും കൊട്ടാര പണ്ഡിതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരുന്നു. അതായത് അവരെ കൂടെ വന്ന രാജാക്കന്മാരുടെ ചരിത്രം പറയുകയും അവർക്ക് വേണ്ടി ഗീർവാണങ്ങൾ എഴുതുകയും അവരുടെ മഹത്വങ്ങൾ അപദാനങ്ങൾ മാത്രം പരാമർശിക്കുന്ന, അവരുടെ യുദ്ധവിജയങ്ങൾ പരാമർശിക്കുന്ന ക്രോണിക്കിൾസ് എഴുതിയ പണ്ഡിതന്മാരായിരുന്നു ഒട്ടുമിക്ക പണ്ഡിതന്മാരും. പക്ഷേ അൽബിറൂനി അതിൽ നിന്ന് മാറി ഗസ്നവിയെ തന്നെ ശക്തമായി വിമർശിക്കുന്ന തരത്തിൽ ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതന് എങ്ങനെ ആവണം എന്നൊരു റോൾ മോഡലായും കൂടി നമുക്ക് അൽബിറൂനിയുടെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം കൂടുതൽ ഈ അധിനിവേശങ്ങളുടെ, അതായത് ഒരു മുസ്ലിം ഭരണാധികാരി ഇന്ത്യയിൽ പിടിച്ചടക്കുന്ന ചരിത്രത്തെക്കാളും ഉപരി ഇന്ത്യൻ ജനതയെക്കുറിച്ചിട്ടുള്ള പഠനം അദ്ദേഹം നടത്തി എന്നതുകൊണ്ടാണ് ഇൻഡോളജിയുടെ ഫാദർ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇന്നും അൽബിറൂനി ആ ഒരു തലത്തിൽ കൂടുതൽ അക്സെപ്റ്റുള്ള ഒരാളാണ്. ഇബ്നു സീന ഒരു കാലത്ത് ഇവിടെ ഇറാഖ്, തുനീഷ്യൻ ആ ഭാഗങ്ങളിൽ കൂടുതലൊരു ഫിസീഷ്യനായും ഫിലോസഫറായും കറങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അൽബിറൂനി ഇന്ത്യൻ പോലുള്ള ഭാഗങ്ങളിൽ ഒരു വലിയ ചരിത്രകാരനായും ഏരിയ സ്റ്റഡീസിൻ്റെയും എത്നോഗ്രഫിയുടെയും ആന്ത്രോപോളജിയുടെയും സോഷ്യോളജിയുടെയും തന്നെയും ആദ്യകാല മാതൃകകൾ ഉണ്ടാക്കുന്നതിൽ അൽബിറൂനിക്ക് കഴിഞ്ഞത്. മറ്റൊന്ന്, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇബ്നു ഖൽദൂൻ. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ മരണപ്പെട്ടു പോയ അദ്ദേഹമാണ് ചില യൂറോപ്യൻ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടിൽ സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും പിതാവായി അറിയപ്പെടുന്നത്. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ തന്നെ കാരണക്കാരനായ ചില യൂറോപ്യൻ പണ്ഡിതന്മാർ പോലും എണ്ണുന്നത് ഇബ്നു ഖൽദൂനെയാണ്.
അദ്ദേഹത്തിൻ്റെ അസബിയ തിയറി, ഗ്രൂപ്പ് സോൾഡാറ്റിനെ കുറിച്ചുള്ള തിയറി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ തിയറി, ഒരു സമൂഹത്തിൻ്റെ ഉത്ഥാന പതനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അതുപോലെ ഒരു സമൂഹത്തിൻ്റെ സുഭദ്രമായ നിലനിൽപ്പിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് സോൾഡാറ്റിനെ കുറിച്ചുള്ള തിയറികൾ, ഇതെല്ലാം ബർബർ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ നിലനിൽക്കുന്ന ഒരു ഗോത്രവർഗ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനങ്ങളായിരുന്നു. ഈ പഠനങ്ങൾ പിന്നീട് ഈ യഹൂദ സമൂഹത്തിൻ്റെ തന്നെ കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പോലും സ്വാധീനം ചെലുത്തിയെന്ന് പറയുന്ന പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പഠനങ്ങൾ പിന്നീട് ഇബ്നു ഖൽദൂൻ്റെ ചിന്തകളിൽ നിന്ന് അടിസ്ഥാനമാവുകയും അത് യൂറോപ്യൻ നവോത്ഥാനത്തിലേക്ക് എത്തിയതായും നമുക്ക് കാണാം. പറഞ്ഞു വന്നത്, ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ ലോക ചരിത്ര പഠനത്തിന് തന്നെ മാതൃകയില്ലാത്ത, മറ്റു മുമ്പ് തരത്തിൽ മാതൃകയില്ലാത്ത തരത്തിൽ ഒരുപാട് മാതൃകകൾ തന്നെ കാണിച്ചവരാണ്. ഹിസ്റ്റോറിയോഗ്രഫിയെ പോലുള്ള, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻ്റലക്ച്വൽ റവല്യൂഷന് കാരണക്കാരായ പണ്ഡിതന്മാരാണ്. ഇത് എങ്ങനെയാണ് നമ്മളിലേക്ക് അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയ പഠനങ്ങൾ നോക്കുക, നമ്മുടെ നേറ്റിവിറ്റിനെ കുറിച്ച്, നമ്മുടെ പ്രദേശത്തെക്കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും ഒപ്രസർ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊളോണിയൽ അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റ് ചരിത്രരചനകൾക്കും അപ്പുറം ഓരോരുത്തരും അവരവരുടെ പ്രദേശത്തിൻ്റെ പഠനങ്ങൾ കൊണ്ടുവരുന്നത് അത് സബാർട്ടൻ സ്റ്റഡിയുടെ ഒരു പ്രധാന ഭാഗമായി മാറിയതായും നമുക്ക് കാണാൻ കഴിയും. അതായത് ഒപ്രസറിൻ്റെ ശബ്ദത്തെക്കാളും അപ്പം ഒപ്രസ്ഡായ, അരികുവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ്ഡായ ആൾക്കാർ അവരുടേതായ കാഴ്ചപ്പാടുകൾ സമർപ്പിക്കുന്ന സബാൾട്ടൻ തിയറിക്ക് പോലും മുസ്ലിം പണ്ഡിതന്മാരുടെ ശക്തമായ പങ്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ കെ ടി യൂസഫ് സാഹിബ് അടക്കമുള്ള ധാരാളം ആൾക്കാർ കേരളത്തിൽ നിന്ന് പോലും മലബാറിലെയും പലതരത്തിലുള്ള വായനകൾ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സവർണർ രചിച്ച മലബാർ കേരള ചരിത്രത്തിനപ്പുറം ഒരു മുസ്ലിങ്ങളുടെ വിവിധ പോക്കറ്റുകൾക്കും ഒരുപാട് വായനയ്ക്ക് സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണാം. 2021 ശേഷം കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കേരള മുസ്ലിങ്ങളുടെ ചരിത്ര പഠനം എന്ന് പറയുന്നത്. അത് ആന്ത്രോപോളജി ആവട്ടെ, സോഷ്യോളജി ആവട്ടെ, അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസിൻ്റെ ഭാഗമായി തന്നെ ആവട്ടെ, കേരള മുസ്ലിങ്ങൾ നടത്തിയ ഈ ഒരു വിപ്ലവം ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ എത്ര രചനകളാണ് ഉണ്ടായത്, ആ രചനകളെല്ലാം അതിൻ്റെ പേരിൽ തന്നെ എത്ര കോൺഫറൻസുകളാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ അവസാനം പറയുന്ന മലബാർ ബുക്ക് ഫെസ്റ്റിവൽ അടക്കമുള്ളതിൽ പോലും ആ വ്യത്യസ്തമായ വായനകൾ രൂപപ്പെടുന്നു. ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രശ്നം, ഈ വായനകൾക്കെല്ലാത്തിനും ഒരു മലബാർ എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഉണ്ട് എന്നതാണ് ഒരു ദൗർബല്യമായി ഞാൻ കാണുന്നത്. തെക്കൻ കേരള മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് വേണ്ടത്ര തരത്തിൽ കേരളത്തിലെ മുസ്ലിം ചരിത്രകാരന്മാർ ചിന്തിക്കുന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപക്ഷേ മുസ്ലിങ്ങൾ കൂടി താമസിക്കുന്ന എന്നൊരു പ്രദേശം കൊണ്ട് കൂടുതൽ പറയേണ്ടി വരുന്നു എന്നതിനോടെ തന്നെ തെക്കൻ കേരള മുസ്ലിം ചരിത്രത്തെയും അവിടുത്തെ ഇതേപോലെ ഓരോ പ്രദേശത്തെയും കുറിച്ചും കൂടുതൽ വായനകൾ ഉണ്ടാകുമ്പോഴാണ് കേരള മുസ്ലിം ചരിത്രം എന്ന് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് മലബാർ മുസ്ലിം ചരിത്രം എന്ന് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും ദീനിനെ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചരിത്ര പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ഖുർആനിനെയും ഹദീസിനെയും നബി ചരിത്രത്തെയും കൂടുതൽ അറിയുവാനും പഠിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ്. അടുത്തതായി നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട്